ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. റാണിയക്കയുടെ ജോലി പോയി. സോഷ്യൽ മീഡിയയിൽ തിരക്കമന്റുകൾ മാത്രം അടിച്ച് പുകൾപെറ്റ റാണിയക്കയുടെ ജോലി പോയി. എല്ലാത്തിനും കാരണം ദീപ്തി ടീച്ചറും BRN ലവുമാണ്. ജയിലിൽ പോകാൻ റെഡി ആയിക്കോ, ഇങ്ങനെയുള്ള ധാരാളം കമന്റുകൾ വരുന്നു. ഇന്നലെ വൈകിട്ട് തൊട്ടാണ് ഇത്തരം കമന്റുകളും ഇത്തരം ചില വീഡിയോകളും വരാൻ തുടങ്ങിയത്. ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയതാണ്. അതായത് ഒരു കമന്റ് അടിക്കുന്ന ഒരാളെ വീട്ടിൽ പോയി പൊക്കുന്നത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ ആ വിഷയം പലരും വീഡിയോ ചെയ്തപ്പോഴത്തേന് വ്യാപകമായ രീതിയിൽ ഈ പറഞ്ഞ റാണിയക്കെതിരെയാണ് ആളുകൾ നിന്നത്. മെജോറിറ്റി ആളുകളും റാണിയക്കെ പോലുള്ള ആളുകളെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അത്തരം കമന്റുകളാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി കുറച്ചധികം ആളുകൾ ഈ പറഞ്ഞ BRN ലവ് എന്ന് പറയുന്ന ചാനൽ, അവരുടെ ചാനലിനെ കുറിച്ച് എനിക്ക് ആധികാരികമായി പറയാൻ അറിയില്ല. കാരണം അവരെക്കുറിച്ച് അധികം സ്റ്റഡി ചെയ്തിട്ടില്ല. അവരുടെ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് പലരും അഭിപ്രായമൊക്കെ പറയുന്ന കണ്ടിട്ടുണ്ട്. അവർ ഫ്രോഡുകളാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിലോട്ടൊക്കെ വരാം. സോ ഈ റാണിയക്കയുടെ വിഷയത്തിൽ ഈ പറഞ്ഞ കഴിഞ്ഞ 5 വർഷമായിട്ട് BRN ലവ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിനെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ റാണിയക്ക എന്നാണ് അവർ അവകാശപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ദീപ്തി സീതത്തോട് അവരെയും വലിയ രീതിയിൽ ഈ റാണിയക്ക ആക്രമിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരുന്നു. ആ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ BRN ലവിനെതിരെ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാവും. നിയമ നടപടിയുമായി നമ്മുടെ റാണിയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് പോക്സോ വകുപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ദീപ്തി സീതത്തോട് അറസ്റ്റിലാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഗൂഢാലോചനയിൽ ദീപ്തി ടീച്ചറിനും പങ്കുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളും ആ രീതിയിലുള്ള വീഡിയോസും ചെയ്യുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ അത്തരം വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അവഗണിച്ച് കളയുകയാണ് വേണ്ടത്. ഈ പറഞ്ഞ വലിയ മെജോറിറ്റി ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യാത്ത 2000-3000 പേരുള്ള ചില ആളുകൾ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിടുവായത്തരം പറയുന്നതിന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനിടയിൽ BRN ലവ് എന്ന് പറയുന്നവരുടെ ചാനലിൽ ഏതോ ഒരു സിനിമ ആക്ട്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ആക്രമണം അയച്ചു വിട്ടു എന്നൊക്കെ പറയുന്നു. ഞാൻ ആക്ച്വലി അവരെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്നും കാണാനും സാധിച്ചില്ല. ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ ദീപ്തി ടീച്ചറിന് പണിയാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ BRN ലവിനെതിരെ വലിയ ഗുരുതര FIR ഇട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തുതരം നിയമ നടപടിയാണ് ഇവർക്കെതിരെ ഉണ്ടാവുക? ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? അതോ രണ്ട് ഭാഗത്തും തെറ്റുണ്ടോ? സോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ ശേഷിയുള്ള ഒരു വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ വീട്ടിൽ ഇതുപോലെ വന്ന വീഡിയോ എടുക്കാൻ ശ്രമിച്ചവരെ ഞാൻ മാരകമായ രീതിയിൽ തല്ലുകയും അവരുടെ മൊബൈൽ പൊട്ടിക്കുകയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ പലരും കേട്ടതാണ്. ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടായെന്നുള്ള കാര്യം മെജോറിറ്റി ആളുകൾക്കും അറിയാം. അതിലോട്ട് ഞാൻ വരാം. സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഈ രണ്ട് കൂട്ടരും, അതായത് സീതത്തോട് ദീപ്തി ഒഴികെ ഈ രണ്ട് കൂട്ടരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ BRN ലവിനെതിരെ ഈ പറഞ്ഞ റാണി സദാശിവൻ നിരന്തരമായി മോശം കമന്റുകൾ ചെയ്യുന്നു, അവർ അവഹേളിക്കുന്നു. അവരൊരു ഫാമിലി ബ്ലോഗാണ് നടത്തുന്നത്. അവരവരുടെ കണ്ടന്റാണ് ചെയ്യുന്നത്. അവരാരുടെയും റിയാക്ഷൻ വീഡിയോ ചെയ്യാനോ ഈ പറഞ്ഞ റാണി സദാശിവനെ വിമർശിക്കാനോ അവരെക്കുറിച്ച് പറയാനോ ഒന്നും വരുന്നില്ല. സോ അവരുടെ വീഡിയോയിൽ പോയിട്ട് നിരന്തരമായി ഇത്തരം മോശം കമന്റുകൾ ചെയ്യുക. അതായത് എൻ്റെ ചാനലിൽ ഈ പറഞ്ഞ ഈ റാണി ചേച്ചി വന്ന് ഒരു കമന്റ് ചെയ്തിരുന്നു. എനിക്ക് ആക്ച്വലി ഇവരെ അറിയില്ലായിരുന്നു. അതായത് ഈ ഷാജിയുടെ ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത്, അതായത് 1000-800 കമന്റുകൾ വരുന്നതിനിടയിൽ ഇവരൊരു കമന്റ് ചെയ്തു, BRN ലവിനെ പറ്റി നിങ്ങൾ ഈ കോമഡി രീതിയിൽ ഒന്ന് വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നൊരു കമന്റ് ചെയ്തപ്പോൾ അവിടെ വേറെ കുറച്ച് ആളുകൾ വന്ന് നമ്മുടെ സപ്പോർട്ടേഴ്സ് വന്നിട്ട് ഇവർ ഫ്രോഡാണ്, ജിനൂസ് ഇതിൽ പെട്ടുപോകലെന്നൊക്കെയുള്ള രീതിയിൽ കമന്റുകൾ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ആക്ച്വലി അത് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം ഈ പറഞ്ഞ റാണിയക്കയുടെ കമന്റുകൾ ഈ പറഞ്ഞ ഗോപ്രോ മച്ചാൻ എന്ന് പറയുന്ന ചാനലിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായ, വളരെ വൃത്തികേടുകളാണ് ഈ റാണിയക്ക കമന്റായി അടിച്ചു വെക്കുന്നത്. അതൊരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതെന്നല്ല. കാരണം റാണിയൊക്കെ ഇവരുമായിട്ട് നേരിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്ന ആളോ ഒരു യൂട്യൂബറോ ഒന്നുമല്ല. അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അല്ലെങ്കിൽ അവരെ അവഹേളിച്ചിട്ടോ ആണ് ഇത്തരം കമന്റുകൾ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണ് അവരുടെ ഇന്റൻഷൻ എന്ന് അറിയില്ല. സോ ഇവർ ഇത്തരം കമന്റുകൾ ചെയ്തതിനെ തുടർന്ന് ഈ പറഞ്ഞ BRN ലവ് ഫാമിലി എന്ന് പറയുന്നവർ ഇവരുടെ വീട്ടിൽ പോകുന്നു. ആക്ച്വലി ഇവർ നേരത്തെ പറഞ്ഞ കണക്ക് ഈ 5 ലക്ഷം രൂപ കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് BMW, പോർഷെ, പനമേരോ 5 കാറുകളോ ഈ പറഞ്ഞ ഏക്കറുകൾ സ്വത്തുക്കളോ ഉള്ള വ്യക്തിയൊന്നുമല്ല. വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ത്രീയുടെ ഒരു എന്റർടൈൻമെന്റ്, സ്ട്രെസ് റിലീഫ് ഈ പറഞ്ഞ കമന്റുകൾ അടിക്കുക, തെറി കമന്റുകൾ അടിക്കുക, അതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ഇവർ ഈ പറഞ്ഞ കടയിൽ തുച്ഛമായ പൈസയ്ക്കായിരിക്കുമല്ലോ ഈ കട നിൽക്കുന്നത്. ഈ കടയിൽ നിൽക്കുന്നു. ഇതിനിടയിൽ ആ ഒരു പിടിക്കപ്പെടുന്ന സമയത്ത് പോലും റാണിയക്കയുടെ ആ ഒരു മനോഭാവം ശ്രദ്ധിക്കുക. എന്തോ മഹാസംഭവം കണ്ട രീതിയിലാണ് ഇവരുടെ ഒരു റിയാക്ഷൻ. ആക്ച്വലി ഇവരറിയുന്നില്ല ഈ രീതിയിൽ തന്നെ പിടിക്കാൻ വേണ്ടി ആളുകൾ വരുമെന്നുള്ള കാര്യം ഇവരറിയുന്നില്ല. സോ ഈ BRN ലവ് ഇവിടെ പോയതും ഈ കടയിൽ പോയതും ഇവരെ പിടിച്ചതിലും ഒന്നും യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അവരുടെ ഭാഗത്ത് റൈറ്റ് തന്നെയാണത്. കാരണം അവർ ഈ പറഞ്ഞ ഒരു രീതിയിലും ഈ റാണിയൊക്കെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. റാണിയൊക്കെയാണ് അവരെ ഉപദ്രവിക്കാൻ പോയത്. പിന്നെ ഈ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട് എനിക്ക് എതിരഭിപ്രായമാണ്. ഈ വീട്ടിൽ പോയി ഈ കുഞ്ഞിന്റെ വീഡിയോ എടുത്തത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറി വീഡിയോ ചിത്രീകരിച്ചത്, അതുപോലെ തന്നെ അവരൊരു ഡയറി എടുത്ത് നോക്കുന്നത് അവരുടെ പ്രൈവസിയിലുള്ള കടന്നുകയറ്റം തന്നെയാണ്. അതൊരിക്കലും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു പക്ഷേ ഈ BRN ലവിലെ ഈ പയ്യനും ഈ പെൺകുട്ടിയുടെയും പക്വതയില്ലായ്മയാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഇനി ആ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ പോക്സോ കേസ് ചുമത്തി
FIR ഇടാനോ അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം അങ്ങേറ്റം പോയി ഒരു പരാതി കൊടുക്കാം. അവിടെ തെളിവടക്കം ഇവർ കാണിക്കുന്നുണ്ട്, ആ കൊച്ചിനെ ഇവർ ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ അവിടെ കയറി ഈ പറഞ്ഞ ഡയറി പരിശോധിച്ചു. ആ വീടിന് ഒരു അടച്ചുറപ്പില്ലാത്ത ഗേറ്റോ മതിലൊന്നും ഇല്ലാത്ത കോളനി പോലുള്ള ഒരു സെറ്റപ്പ് ആയതുകൊണ്ടാണ് ഇത്തരം ഒരു അറ്റൻഡ് അവർക്ക് നടത്താൻ സാധിച്ചത്. അതൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ കടയിൽ പോയി ഈ റാണിയൊക്കെയുടെ വീഡിയോ എടുത്തത്, ഈ റാണിയൊക്കെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് കൊടുത്തത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു തരത്തിലും ഈ പറഞ്ഞ VRN ലവിനെ അതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ കണ്ടന്റ് മോശമായിക്കോട്ടെ, വീട്ടിൽ ഇഷ്യൂ ഉണ്ടായിക്കോട്ടെ, അവരുടെ ഫാമിലി പ്രോബ്ലം എല്ലാം അവിടെ നിൽക്കുമ്പോഴും അവരെ മാരകമായ രീതിയിൽ തെറി പറയാനും മറ്റു ചാനലുകളും പോയി മോശം കമന്റുകളും തെറികളും ഇടുന്ന റാണിയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഈ വിഷയം ദീപ്തി ടീച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ദീപ്തി ടീച്ചർ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ബാധിക്കത്തില്ല. കാരണം ദീപ്തി ടീച്ചർ ഈ പറയുന്ന ഒരാളുടെയും കണ്ടന്റ് വെച്ചല്ല അവർ വീഡിയോ ഉണ്ടാക്കുന്നത്. അവർക്ക് സ്വന്തം കണ്ടന്റാണ് അവർ വീഡിയോ ഉണ്ടാക്കുന്നത്. ഞാൻ 1-2 വീഡിയോ അവരെ കണ്ടുള്ളൂ. നേരത്തെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ പ്രഥമ ദൃഷ്ടിയെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ നന്നായി വീഡിയോ ചെയ്യുന്ന, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന, യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന മറ്റ് സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ സ്മാർട്ടായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത്. ദ വേ ഓഫ് ഷീ പ്രസന്റിങ് വൊക്കാബുലറി വളരെ മികച്ചതായാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് അവർക്കൊരു വലിയ ഫാൻ ബേസ് തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ മറ്റുള്ളവരുടെ കണ്ടന്റ് റിയാക്ഷൻ ചെയ്യാനോ ഒന്നും അവർ വരുന്നില്ല. അവരുടേതായ കണ്ടന്റ്, അവരുടേതായ ഒരു പ്ലാറ്റ്ഫോം വെട്ടി ആ രീതിയിൽ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. സോ ഇടയ്ക്ക് കുറച്ച് ആളുകളൊക്കെ അവർക്കെതിരെ ഈ പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നിയത് മറ്റ് ഈ സ്ത്രീകളായ യൂട്യൂബേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ അവിടെ ഒരു സ്മാർട്ട്നെസ് അവതരണ രീതിയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളാണ്, ഇവർക്ക് അസൂയ തോന്നിയേക്കാം, തങ്ങൾക്കത് സാധിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് അവരെ ചൊറിയാൻ വേണ്ടി ചെല്ലുന്ന പെണ്ണുങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ പറയുന്ന ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ കമന്റ് ദീപ്തി ടീച്ചറെ മോശമായിട്ട് കമന്റ് അടിക്കുന്ന ആരെയും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വീഡിയോസ് ഒന്നും ദീപ്തി സീതത്തോട് ചെയ്യുന്നില്ല. ഇവിടെ റാണിയൊക്കെയും അതുപോലെ അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു കമന്റ്, ദീപ്തി ടീച്ചറുടെ വെളുത്ത സാമാനം കണ്ടപ്പോൾ നിനക്ക് കഴപ്പ് കയറി, അവളുമായി ചേർന്ന് തുടങ്ങിയതാണല്ലോടാ നീ, നിനക്ക് നിന്റെ പെണ്ണുമ്പിള്ള ഇല്ലാത്തതിന്റെ കഴപ്പായിരിക്കും. ഇത് ആരോട് എപ്പോൾ പറഞ്ഞാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദീപ്തി സീതത്തോടിനെ പോലുള്ള ആളോട് ഇത്തരം കമന്റ് അടിക്കേണ്ടുന്ന സാഹചര്യം സ്വാഭാവികമായും ഈ പറഞ്ഞ സ്ത്രീകളെ പോലെയുള്ളവർ അവരോട് തോന്നുന്നൊരു കുശുമ്പ്, ഒരു ജലസ്, അതായത് തങ്ങൾക്കില്ലാത്ത പല സംഗതികളും ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന ഒരു ജലസിന്റെ ഭാഗമായാണ് റാണിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ദീപ്തിയോട് ഇത്തരം ഒരു അപ്രോച്ച് ഉണ്ടാവാനുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷേ ഇത്രയും സ്മാർട്ടായിട്ട്, ഇത്രയും മിടുക്കിയായിട്ട്, വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ കൂടിയാണ്. അവർക്കെതിരെ ഈ രീതിയിൽ ചില സ്ത്രീകളെങ്കിലും പറയണമെങ്കിൽ അത് ഈ പറഞ്ഞ കുശുമ്പ് കൊണ്ട് മാത്രം തന്നെ ആയിരിക്കും, അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു കാരണം കാണുന്നില്ലല്ലോ. ഈ ഒരു വിഷയത്തിൽ ഇതൊരു പരാതിയായിട്ട് പോയാൽ പോലും ഏതെങ്കിലും തരത്തിൽ ദീപ്തി ടീച്ചറിനെ ഇത് ബാധിക്കുമെന്നോ ഏതെങ്കിലും തരത്തിൽ അവരെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ മാന്യത കൊണ്ടാണ് ഈ പറഞ്ഞ റാണിയക്കയുടെ വീട്ടിൽ ഇതുവരെ അവർ തേടി വരാതിരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ സംശയം, എൻ്റെ നാട്ടിൽ ഇതേപോലെ എന്നെ തേടി ആൾക്കാർ വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് തല്ലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്യൂബേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ്. അതൊരു കമന്റ് അടിച്ച ഒരാളും ഒരു യൂട്യൂബറും തമ്മിലുള്ള ഒരു വിഷയമല്ല. അതായത് ഞാനും അവരും ഒരേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. സോ സ്വാഭാവികമായും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീടിന്റെ വീഡിയോ എടുക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ അനുവദിക്കത്തില്ല, നാളെ അത് സമ്മതിക്കത്തില്ല. കാരണം അതൊരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല. പിന്നെ വന്ന ഏതോ ഒരുത്തൻ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ വന്ന് അതിനിടയിൽ പെട്ടു, അവൻ എന്നെ ആക്രമിക്കാൻ വന്നപ്പോഴത്തെ അവനെ അടിച്ച് അവിടെ ഡൊമിനേറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം. അല്ലാതെ ഈ പറഞ്ഞ് വന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലി വിരോധമുള്ള ആൾക്കാരൊന്നുമല്ല. അവരിങ്ങോട്ട് വന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു തിക്താനുഭവം ഉണ്ടായത്. അന്ന് ചില ആളുകൾ ഈ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യുന്ന ചില ആളുകൾ ഞാനൊരു സ്ത്രീ വിരോധി ആയതുകൊണ്ടാണെന്നൊക്കെയുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്തു. എന്നാൽ ആക്ച്വലി ഇതൊക്കെ ഓരോരുത്തരും ബേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 3 വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ മാസം എടുത്തു നോക്കിയാൽ പോലും ഏതാണ്ട് 41 ലക്ഷത്തിലധികം ആളുകളാണ് എൻ്റെ ഈ വീഡിയോസ് കണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് ഇതിലെ മെജോറിറ്റി ആളുകൾ ഏതാണ്ട് 85% ആളുകളും സ്ത്രീകളാണെന്നുള്ളതാണ്. ഞാൻ ചാനൽ തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ മെജോറിറ്റി ആളുകൾ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ്. അതിൽ നിന്ന് തന്നെ ഞാനൊരു സ്ത്രീ വിരോധി അല്ല, സ്ത്രീകളാണ് നമ്മളെ കൂടുതൽ കാണുന്നതും സ്നേഹിക്കുന്നതും എന്ന് വളരെ വ്യക്തമാണ്. സോ ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ VRN ലവിന്റെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക് ഈ കൊച്ചിന്റെ വീഡിയോ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതൊഴികെ ഇത്തരത്തിലും അവരെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ റാണി സദാശിവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരം ആളുകളെ ആക്രമിക്കുന്നത് അവർ ഈ പറഞ്ഞ ദീപ്തി ആണെങ്കിലും ഈ പറഞ്ഞ VRN ലവ് ആണെങ്കിലും ഏതെങ്കിലും തരത്തിൽ റാണിയെ ആക്രമിച്ചിട്ടല്ല, ഇവർ പർപ്പസ്ഫുള്ളി അവരെ അങ്ങോട്ട് ആക്രമിക്കുകയാണ്. സോ ഒരു തരത്തിലും അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് മാത്രമല്ല, ഇത്തരം ആളുകളെ ഈ രീതിയിൽ തന്നെയാണ് നേരിടേണ്ടത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് ഈ റാണി പോയാൽ തന്നെ റാണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രിവിലേജുകൾ ഈ പറഞ്ഞ ചില വിവരം കെട്ട യൂട്യൂബേഴ്സ് പറയുന്ന കണക്ക് എന്തെങ്കിലും പ്രിവിലേജ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.